ആ സമയത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനോ റെക്കോർഡ് ചെയ്യാനോ ഒന്നും പറ്റൂല. കാരണം മൊബൈലിൽ പോലും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് കേട്ട് പഠിക്കാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അന്നേരം. ആ കുട്ടിക്കാലത്ത് ഇപ്പൊ ഈ ഒരു മാപ്പിളപ്പാട്ട് ഇപ്പൊ ഇറങ്ങുമ്പോഴേ തന്നെ ഈ കുട്ടികളുടെ മാപ്പിളപ്പാട്ടില് താങ്കളുടേതായിരുന്നു ആദ്യമായിട്ട് ഇറങ്ങിയത് അല്ലേ? അതെ അതെ. ആ ഓർമ്മകളൊന്നൊരു അത് ഫസ്റ്റ് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. ഇക്കാമത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓഡിയോ ആണ്. ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീഡിയ ഒന്നുമില്ല, ഓഡിയോ കാസറ്റാണ്, ഇങ്ങനെ റോള് ചെയ്യുന്ന ഓഡിയോ കാസറ്റ്. CD പോലെ അന്നേരം വരുന്നതേ ഉള്ളൂ. ഓഡിയോ കാസറ്റ് 10 പാട്ട്, എൻ്റെ പാട്ട്, ഞാൻ പാടിയിട്ടുള്ള പാട്ടുകൾ, ഞാൻ പാടുന്ന വെച്ചാൽ മുമ്പുള്ള ആൾക്കാർ പാടിയിട്ടുള്ള പാട്ടുകൾ 10 പാട്ടുകൾ. കാലിക്കറ്റ് ജോയി ഏട്ടനാണ് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ. നമ്മുടെ ബാപ്പു വെളിവറമ്പ് മൂപ്പരാണ് അത് വർക്ക് ചെയ്തത്. ആ ഒരു വർക്കിലേക്ക് എന്നെ എത്തിച്ചത് നമ്മുടെ തായ്നേരി, എൻ്റെ ഗുരുക്കന്മാരിൽപ്പെട്ട ഒരാൾ അസീസ് തായ്നേരി മൂപ്പരാണ് ആ ഒരു വർക്കിലേക്ക് എന്നെ എത്തിച്ചത്. അങ്ങനെ 10 പാട്ടുകളും എൻ്റെ പാട്ടായിരുന്നു. ആ ടൈമിൽ ഫസ്റ്റ് കുട്ടികളുടെ ഒരു പാട്ട് ഇറങ്ങുന്നത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് മീഡിയയിലേക്ക് വരുന്നത് എൻ്റെ പാട്ടുകൾ അടങ്ങിയിട്ടുള്ള കാസറ്റാണ്. അതിനുശേഷമാണ് പിന്നെ ഡം ഡം ഡിക, നാസ്നിൻ അവരൊക്കെ ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഇറങ്ങുന്നത്. ഈ കുട്ടിക്കാലത്തേക്ക് പോവുകയാണെങ്കിൽ പഠനകാലത്ത് കേരളത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു നമ്മുടെ ഈ സംസ്ഥാന യുവജനോത്സവത്തിൽ താങ്കളും നമ്മുടെ ഇന്നത്തെ സംവിധായകനും ഒക്കെ ആയിട്ടുള്ള വിനീത് ശ്രീനിവാസും താങ്കൾ കൂടിയായിരുന്നു മാറ്റിവെച്ചത് അല്ലേ? ആ ഓർമ്മകളെ ഒന്നും. അത് സ്റ്റേറ്റിൽ ആ ഒരു എനിക്ക് ഇവിടുന്ന് കണ്ണൂർ ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് കിട്ടി. അങ്ങനെ അവിടെ എത്തി. കാരണം കണ്ണൂർ ജില്ലയിൽ നിന്ന് 2 ആൾക്കാണ് കിട്ടുന്നത്, 2 പേരാണ് കിട്ടുന്നത്, എനിക്കും അതുപോലെ വിനീത് ശ്രീനിവാസും. അങ്ങനെ അവിടെ എത്തി. അങ്ങനെ നമ്മൾ ഒന്നിച്ച് മത്സരിച്ച് അങ്ങനെ ഫസ്റ്റ് കിട്ടിയത് അവനാണ്, സെക്കൻഡ് എനിക്കും. ആ പാട്ടിപ്പോൾ ഓർമ്മയുണ്ടോ? റഹ്മത്തുൽ ആലമീനായി ദൂതർ സ്ഥാനം കൊടുത്തിടമുണ്ട്.